മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമദേവനും കൂടി മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കണ്ണനെ ഇല്ലാതാക്കുന്നതിനെക്കാട്ടി നല്ലത് മഹാലക്ഷ്മി ഇല്ലാതാക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ മരണത്തിൽ കണ്ണൻ ആകെ തളർന്ന് അവൻ എണീറ്റ് നടക്കാൻ തന്നെ പിന്നീട് അവൻ ആഗ്രഹം ഇല്ലാതാകുകയും അവൻ അതുപോലെ തന്നെ വീൽ ചെയറിൽ ഇരുന്ന് പോവുകയും ചെയ്യുമെന്നൊക്കെ രണ്ടുപേരും തമ്മിൽ പറയുന്നുണ്ട്. ഞാൻ വീൽ ചെയറിലിരുന്ന സമയത്ത് കണ്ണനെയും കൂട്ടി എന്നെ കാണാൻ വേണ്ടി എന്നെ ഒരുപാട് കളിയാക്കിയവളാണ് ഈ മഹാലക്ഷ്മി. അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല എന്നൊക്കെ പ്രതാപൻ വളരെ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. എന്താണെങ്കിലും അവളുടെ കഥ കഴിക്കണം, അവളുടെ ചിതയെരിയുന്നത് കാണാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും വാമദേവനും അവിടെ നിന്ന് പിരിയാണ്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ഇവരുടെ കൂടെ നമ്മുടെ മാർക്കോ ഉണ്ടാവും. മാർക്കോക്ക് അങ്ങനെ ഒരു ബോഡി ഗാർഡിനെ പോലെ കണ്ണൻ്റെ കൂടെ കൂടുകയാണ്. അതിനു മുമ്പ് മാർക്കോ വിചാരിക്കുന്നുണ്ട്, മേഘനാഥനെ എനിക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് മേഘനാഥൻ്റെ അടുത്ത് മാർക്കോ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവർ രണ്ടുപേരും കൂടെ ഡിസ്പെൻസറിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഇനി അവരുടെ പുറകെ നിൻ്റെ ആളുകളെ അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, നീ വിവരം അറിയുമെന്നൊക്കെ മേഘനാഥനോട് മാർക്കോ പറയുന്നുണ്ട്. അപ്പം നീ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൻ സാറിനെ കൊല്ലാനായിട്ടൊരു ഗുണ്ടേനെ അങ്ങോട്ട് അയച്ചല്ലോ, അത് അയച്ചത് നീയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങാനും ആരെ അയക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ള ബോധ്യം നിനക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് നീ അതിന് മുതിരുന്നതിനെക്കാട്ടി നല്ലത് വെറുതെ ഇരിക്കുന്നതാണെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മാർക്കോയും പറയുന്നുണ്ട്, നിന്നെ ഞാനും ഒന്ന് കാണാനിരിക്കുകയായിരുന്നു, പക്ഷേ അതിനുള്ളൊരു അവസരം എനിക്ക് വരുമ്പോൾ ഞാൻ നിന്നെ കാണണമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ മാർക്കോയും പറയുന്നുണ്ട്. നിനക്ക് മാനസായ ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നുമുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ പറയേണ്ടവരോട് പറയുക തന്നെ ചെയ്യുമെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും മേഘനാഥൻ ആകെ ഞെട്ടുന്നുണ്ട്. ഇവനിതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഓർത്ത്. അപ്പോൾ മാർക്കോ പറയുന്നു, നിനക്കത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ, ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണല്ലായിരിക്കും നീ വിചാരിക്കുന്നത്, അതൊക്കെ എനിക്കറിയാൻ ആളുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനെ ഒന്ന് വിരട്ടുന്നുണ്ട് മാർക്കോ. ഇനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ നീ നടന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ അറിയും നീ മാർക്കോയുടെ പവറെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ആകെ വിരണ്ട് നിൽക്കുകയാണ് മേഘനാഥൻ. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.